ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ആരംഭിച്ച കടൽക്ഷോഭം രാത്രി കുറച്ച് അടങ്ങിയെങ്കിലും ഞായറാഴ്ചയോടെ വീണ്ടും പ്രക്ഷുബ്ധമായി മാറി. രാത്രി തിരമാലകൾ തീരദേശ റോഡിലേക്ക് ഇരച്ചു കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. KSRTC ബസ്സുകൾക്കുൾപ്പെടെ ഇതുവഴി യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയാണ്. മണൽ കോരിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. തൃക്കുന്നപ്പുഴ ഭാഗത്തുനിന്നും തീരത്ത് താമസിക്കുന്ന 6 കുടുംബങ്ങളെ റവന്യൂ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെ സ്ഥിതി കൂടുതൽ അപകടാവസ്ഥയിലെത്തുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവരെ ഒരു കണക്കില് കാരണം ഞങ്ങൾ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നതല്ലേ, അപ്പോൾ രാത്രി പകലാകുമ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇറങ്ങി വളരെ 10-11 മണി വരെ പിന്നെ ഇവിടെ നിന്ന് ആൺപിള്ളേർ ഇവിടെ ഇരുന്ന പിള്ളേരുണ്ട്, നേരെ വെളുത്തോളം ഉറക്കം നിന്നവരുണ്ട്. അന്നിതുപോലെ ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം മണ്ണ് നീക്കിച്ച് ഞങ്ങളെ കൊണ്ട് നീക്കിച്ചിട്ട് വെള്ള പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ടു. ഞങ്ങൾ ഇപ്പോഴും 15 അല്ല 5 ആദ്യം പറഞ്ഞ ഒരാഴ്ച, പിന്നെ പറഞ്ഞ് 15 പറഞ്ഞു. അതെന്താ ഞങ്ങൾ ഈ തീരദേശവാസികൾക്കൊരു ബോധമില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇനി ഏത് അധികാരികൾ വന്നാലും പറയാൻ തന്നെ ഇരിക്കുക. അധികാരികൾ വരട്ടെ. എന്താ തിരഞ്ഞെടുപ്പുമായിട്ട് ഒരൊറ്റ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തിരിഞ്ഞു പോലെ നോക്കിയിട്ടില്ല. ഇതാ എന്ത് സംഭവം നടന്നാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. പലയിടത്തും തീരദേശ റോഡിലേക്ക് കടൽ വെള്ളം ശക്തമായി ഇരച്ചു കയറുന്നുണ്ട്. ആറാട്ടുപുഴ MES ജംഗ്ഷൻ, തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൗസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ തോട്ടപ്പള്ളി വലിയഴിക്കൽ തീരദേശ റോഡ് അപകട ഭീഷണി നേരിടുന്നു. ഇവിടെ കടലും റോഡും തമ്മിൽ ചുവടുകളുടെ അകലം മാത്രമാണുള്ളത്. ഏത് നിമിഷവും റോഡ് കടലെടുത്ത് പോകാവുന്ന സ്ഥിതി നിലനിൽക്കുന്നു. പല സ്ഥലങ്ങളിലും കടൽ ഭിത്തി ദുർബലമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കടൽ ഭിത്തി പൂർണ്ണമായും ഭാഗികമായും ഇന്ന് മണ്ണിനടിയിലാണ്. ഇവിടങ്ങളിൽ തീരദേശ റോഡ് മണ്ണ് വീണ് മൂടിയിട്ടുണ്ട്. ഇരുചക്രവാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. കടലാക്രമണം ഇന്നും രൂക്ഷമായാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. സി മലയാളം ന്യൂസ്, ആലപ്പുഴ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.